നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരു കുടുംബത്തിൽ രക്ഷിതാവായ യേശുവിൻ്റെ നാമത്തിൽ എങ്ങനെയാണ് അവർ ദൈവാനുഭവം പ്രാപിച്ചതെന്ന് അവരുടെ വാക്കുകളിൽ തന്നെ ഇപ്പോൾ നമുക്ക് ശ്രവിക്കാം. എൻ്റെ പേര് എഗി ജോസഫ്. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. എൻ്റെ സഹോദരൻ സൗദി അറേബ്യയിൽ സ്റ്റോക്കായിട്ട് വളരെ നാളുകളായിട്ട് വെന്റിലേറ്ററിലും ICUയിലും ആയി കഴിയുകയായിരുന്നു. 10-20 ദിവസമായപ്പോൾ വെന്റിലേറ്റർ പല പ്രാവശ്യം മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഡോക്ടറുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രാർത്ഥനയിലേക്ക് പോവുക, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു. ബന്ധുക്കളെ അറിയിക്കാനും പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫ് ഹൗസ് കണ്ണൂരാണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ വിളിച്ച് എൻ്റെ വൈഫിൻ്റെ സഹോദരിയോട് പറഞ്ഞു ഇങ്ങനെയാണ് ജ്യേഷ്ഠൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞു. സഹോദരി എനിക്ക് അട്ടപ്പാടിയിലെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഫോൺ നമ്പർ തന്നിട്ട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് 33 വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഈ വിവരം എൻ്റെ വീട്ടിലും അറിയിച്ചു. ഞാൻ വഴിയിലായിരുന്നു, എൻ്റെ വീട്ടിൽ അറിയിച്ചു, ബന്ധുക്കളെ അറിയിച്ചു. അമേരിക്ക മുതൽ, കണ്ണൂർ മുതൽ, തിരുവനന്തപുരം മുതൽ പല ബന്ധുക്കളെ അറിയിച്ച കൂട്ടത്തിൽ 6 മണിക്കൂർ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന 6 മണിക്കൂറിനുള്ളിൽ എൻ്റെ ജ്യേഷ്ഠനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുക മാത്രമല്ല ICUയിൽ നിന്ന് പുറത്താക്കി ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള അവസരം ഒരുക്കി തന്ന പിതാവിനെ പ്രിയപ്പെട്ട 22 ദിവസം അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് അറിവില്ലാതെ ഒരു നിശ്ചയം എടുക്കാൻ പറ്റാത്ത ഡോക്ടർമാർ ക്ലേശിച്ച് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അറ്റ കൈക്ക് കിടക്കുന്ന സമയമാണ്. ഒരു അവസാനം ഡോക്ടർമാർ കൈ ഒഴിഞ്ഞ് എല്ലാവരും അറിയിച്ചോളാം പറഞ്ഞു. അപ്പോ കർത്താവിന്റെ സഭയിൽ പ്രാർത്ഥിക്കുക, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് നടക്കാത്തതുകൊണ്ട് കൂട്ടായ്മയുടെ പ്രാർത്ഥനയിൽ അവര് ശരണം വെച്ച് അങ്ങനെ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരൻ 6 മണിക്കൂർ 22 ദിവസം കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസമില്ലാത്തത് 6 മണിക്കൂറിനുള്ളിൽ തീർച്ച തീരുമാനം ഉണ്ടായി. വെന്റിലേറ്ററിൽ നിന്ന് റിലീസ് ചെയ്തു. അതിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ജീവന ഇന്ന് നല്ല ആരോഗ്യത്തോടെ അല്ലേ. ഇന്ന് എന്റെ ജ്യേഷ്ഠൻ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് വീട്ടിലുണ്ട്. ഇന്ന് ഒരുവിധം നടക്കാനായി. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് ഇന്ന് ഈ കൺവെൻഷൻ കൂടെ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാണ് ഈ സഹോദരൻ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. അപ്പോൾ ഈ ദൂര പ്രദേശത്തുള്ളത് മാത്രമല്ല ഒരുപാട് പ്രദേശത്തു നിന്ന് ആളുകളെ ദൈവം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. നല്ല ഉത്സാഹത്തോടെ വീശി വീശി കൈയടിച്ച് 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 ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിച്ച് ദൈവവചനം സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഇരു കരങ്ങൾ ഉയർത്തി സാധിക്കുന്നത് പോലെ ഉറക്കെ സമൂഹത്തോട് ചേർന്ന് എല്ലാവരും കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ ആരാധിക്കാം, ആരാധന. ആരാധിക്കാം രക്ഷകനേശുവേ, ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. യേശുവേ, ഉദ്ധിതനായോനെ ആരാധിക്കാം. യേശുവേ, ജീവന്റെ നാഥനെ, രാജാധിരാജനെ ആത്മാവിൻ നിറവോടെ ആരാധിക്കാം. യേശുവേ, ജീവന്റെ നാഥനെ, രാജാധിരാജനെ ആത്മാവിൻ നിറവോടെ ആരാധിക്കാം. കൈയടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. യേശുവേ ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ ആരാധിക്കാം. ഈ നിമിഷങ്ങളിൽ
ഓരോ കുടുംബത്തിന്റെ അവസ്ഥകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ക്ഷീണത്തിലേക്ക് വരണമേ, രോഗത്തിലേക്ക് വരണമേ, തകർച്ചയിലേക്ക് വരണമേ, സങ്കടങ്ങളിലേക്ക് വരണമേ. യേശുവേ, ആരാധന, 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 ഇരച്ചിൽ പോലെ ആരാധന. ദൈവത്തെ ആരാധിക്കാം. കരങ്ങളടിച്ച് ഇടിമിന്നലിൻ മുഴക്കത്തോടെ യേശുവേ, യേശുവേ. ദൈവത്തെ ആരാധിക്കാം. ഉണർവോടെ വെള്ളത്തിൻ ഇരച്ചിൽ പോലെ ദൈവത്തെ യേശുവേ, ആരാധിക്കാം. യേശുവേ. ഇടിമിന്നലിൻ മുഴക്കത്തോടെ ദൈവത്തെ ആരാധിക്കാം. ആരാധത്തിനതല്ലി ആത്മാവിൻ നിറമോടെ ദൈവത്തെ ആരാധിക്കാം. ആഹ്ലാദത്തിരനല്ലി ആത്മാവിൻ നിറമോടെ ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആരാധന. രക്ഷകനേശുവെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. യേശുവേ. ഉദ്ധിതനായോനെ ആരാധിക്കാം. യേശുവേ. ഉദ്ധിതനായോനെ ആരാധിക്കാം. യേശുവേ. ഉദ്ധിതനായോനെ ആരാധിക്കാം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് ഇടപെടണമേ കർത്താവേ, അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഓരോ കുടുംബത്തിന്റെ ഓരോ അവസ്ഥകളിലേക്ക് അവിടുന്ന് വ്യാപരിക്കണമേ കർത്താവേ. കാഴ്ചയില്ലാത്ത കണ്ണുകളെയും കേൾവിയില്ലാത്ത കാതുകളെയും അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് തൊടണമേ കർത്താവേ. അന്ധകാര പീഡകളിൽ ഞെരുങ്ങുന്ന ജീവിതങ്ങളെ അവിടുന്ന് ഇപ്പോൾ സന്ദർശിക്കണമേ കർത്താവേ. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന കർത്താവേ, അടയ്ക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഇപ്പോൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യേശയ്യാ പ്രവചനത്തിൽ 60-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം ഒന്ന് ഏറ്റു പറയുക. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ദൈവമക്കൾക്ക് ദൈവം നൽകിയിട്ടുള്ള അത്യുന്നതമായ ഒരു വാഗ്ദത്തമാണ് നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും എന്നുള്ളത്. ഈ ഒരു വാഗ്ദത്തത്തെ ഞാൻ നിങ്ങൾ സ്വീകരിക്കണം. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വിധത്തിൽ ഓർമ്മയിൽ നിൽക്കുന്ന 2-3 വ്യക്തികളുടെ കണ്ണുനീരുണ്ട്. ഒരു ദിവസം ഒരു വലിയ ദൈവവചന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിലേക്ക് അതിവേഗം പോവുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു നിശ്ചിത പ്രായമുള്ള ഒരു യുവാവ്, അദ്ദേഹം ഓടി വന്ന് പറയുകയാണ്, അച്ഛാ, ഞാൻ ഇന്ന വിധത്തിലുള്ള ലൈംഗിക പാപത്തിന് അടിമയാണ്. ഞാൻ പറഞ്ഞു, മകനെ, നീ പ്രാർത്ഥിക്ക്, നിനക്ക് ദൈവം രക്ഷ തരും. അപ്പോൾ അദ്ദേഹം 2 കണ്ണുകളിൽ നിന്ന് നിറഞ്ഞ ആ കണ്ണുനീർത്തുള്ളികൾ കവളിലോട്ട് ഒഴുകി ഇറങ്ങുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളോളം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളോളം ഞാൻ അധ്വാനിച്ച് എൻ്റെ ഈ പാപത്തിൽ നിന്ന് എനിക്ക് മോചനമില്ല, എനിക്ക് രക്ഷ കിട്ടുമോ അച്ഛാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാനമായ വേറെയും 1-2 അനുഭവങ്ങൾ ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവരുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ ചോദിച്ചു. ഒരു ദിവസം കഠിന മദ്യപാനത്തിന് അടിമപ്പെട്ടൊരു വ്യക്തി
വലിയ കണ്ണുനീരോടെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ മദ്യപാനം എന്നെ എൻ്റെ കുടുംബത്തെ നശിപ്പിച്ചു, എനിക്ക് രക്ഷപ്പെടണം അച്ഛാ, എനിക്ക് രക്ഷപ്പെടണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അദ്ദേഹം എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കണ്ണുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇനി എനിക്ക് രക്ഷ കിട്ടുമോ? വയസ്സ് ഇത്രയും ആയില്ലേ, ഈ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷയുണ്ടോ? ഇതാണ് ആ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന ഗദ്ഗതങ്ങളുടെ അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തെ കണ്ണുനീരിൽ ആഴ്ത്തുന്ന വലിയ ദുഃഖത്തിൻ്റെ ഒരു മേഖലയാണ് സ്വകാര്യ ജീവിതത്തിലെ പാപങ്ങൾ. എത്രമാത്രം അധ്വാനിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ചില പാപത്തിൻ്റെ അടിമത്തങ്ങൾ. ആ ദിവസങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന, കർത്താവേ, പാപത്തിൽ തകരുന്ന ആത്മാക്കൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള വഴി എന്ത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഫേസസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം കർത്താവ് വെളിപ്പെടുത്തിയത്. ദൈവവചന ഇപ്രകാരമാണ് പറയണത്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. അവൻ്റെ നാമം വഴി പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആഴത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി രക്ഷ. രക്ഷ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് റിഡംഷൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. റിഡംഷൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. റിഡംഷൻ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം കെട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അഴിച്ചുവിടുന്ന പ്രക്രിയ. മരത്തിൽ ഒരു പശുവിനെ കെട്ടിയിട്ടിരിക്കുക എന്ന് വിചാരിക്കുക, ആ പശുവിനെ അഴിച്ച് ഫ്രീ ആക്കി വിടുകയാണെങ്കിൽ അതിൻ്റെ പേര് റിഡംഷൻ. കെട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ആ ചങ്ങലകൾ അഴിച്ച് ഫ്രീ ആക്കി വിടുക, അതിനാണ് റിഡംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് റിഡംഷൻ കിട്ടി. അതുകൊണ്ട് യേശുവിൻ്റെ പേര് റെഡീമർ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം സാത്താൻ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ നാം കെട്ടുകൾ അഴിച്ചുവിടപ്പെട്ട വിധം നാം പാപത്തിൻ്റെ മേഖലകളിൽ വിടുതലുള്ളവരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു സംഭവം നിങ്ങളോട് പറയാം. നല്ല അനുഗ്രഹീതനായ ഒരു വേദ പണ്ഡിതൻ അച്ഛനോട് പറഞ്ഞ ഒരു സംഭവമാണിത്. ഒരു വലിയ പുഴയിൽ ധാരാളം മത്സ്യങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തൊരു കുളത്തിൽ ഇരയൊന്നും കിട്ടാതെ ഒരുപാട് സർപ്പങ്ങൾ അങ്ങനെ പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ ആ സർപ്പങ്ങൾ ആ കുളത്തിൽ നിന്ന് പുഴയിലെ മത്സ്യങ്ങളോട് വിളിച്ചു പറഞ്ഞു, അല്ലയോ മത്സ്യങ്ങളെ, ഇതാ വേനൽക്കാലം കൊടുമ്പിരി കൊള്ളാൻ പോവുകയാണ്, ഈ പുഴയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് ചാടിക്കോ. അപ്പോൾ ഈ പുഴയിൽ കിടന്ന കുറേ മത്സ്യങ്ങൾക്ക് ഒരു പൊട്ടബുദ്ധി തോന്നി, എന്ന് ഈ പുഴയെ കടന്നാൽ എന്താ കാര്യം, ആ കുളത്തിലുള്ള അനുഭവം എന്താണെന്ന് അറിയണമെന്ന് വിചാരിച്ച് കുറേ മത്സ്യങ്ങൾ എടുത്ത് ആ പൊട്ടക്കുളത്തിലേക്ക് ചാടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പൊട്ടക്കുളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ മത്സ്യങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായത്. ആ പൊട്ടക്കുളത്തിലെ വെള്ളം താന്ന് അതിൻ്റെ അടിയിൽ കുറച്ച് കലക്കവെള്ളം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, കുറേ കഴിഞ്ഞപ്പോൾ ഈ കുളത്തിൻ്റെ പല ഭാഗത്തുനിന്നായി അളയെന്ന് സർപ്പങ്ങൾ ഇറങ്ങി ഈ മത്സ്യങ്ങളിൽ ഓരോ മത്സ്യങ്ങളെ ഇതാ ആ സർപ്പങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി. ഇതും കൂടെ കണ്ടപ്പോൾ ബാക്കിയുള്ള മത്സ്യങ്ങൾക്ക് വലിയ ആകുലതയായി. അവർ വലിയവായി നിലവിളിച്ച്, അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. കാരണം അവർ ചെയ്തത് പരമ അബദ്ധം. അതിനേക്കാൾ ഇനി അവർക്ക് സ്വന്തം രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. കാരണം അവർ പൊട്ടക്കുളത്തിലേക്കാണ് എടുത്തു ചാടിയത്. ഇനി തിരിച്ചു ചാടാൻ നിവൃത്തിയില്ലാത്ത വിധം അവർ അകപ്പെട്ടിരിക്കുകയാണ്. ഇതാ സർപ്പങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ മത്സ്യങ്ങളെ തിന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ജീവനോടുള്ള മത്സ്യങ്ങൾ വലിയവായി നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ അയ്യോ രക്ഷിക്കണേ, ഞങ്ങൾ തവിട് പൊടിയായേ, രക്ഷിക്കണേ, നിലവിളിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ പുഴയ്ക്ക് വലിയ ദയ തോന്നി.
ആ പുഴ ചിന്തിച്ചു, ഈ മത്സ്യങ്ങളെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ, അതുങ്ങളിവിടെ മര്യാദയ്ക്ക് സമാധാനത്തിൽ ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ ഒരു ബുദ്ധിക്ക് എടുത്തു ചാതി. ഇനി 100 ബുദ്ധി തോന്നിയാൽ തിരിച്ചു കയറാൻ പറ്റാത്ത വിധം അവർ വലിയ അഗാധ പതനത്തിൽ നിബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പുഴ പറഞ്ഞു, ഇനി അവരെത്ര ശ്രമിച്ചാലും അവരുടെ സ്വന്തം കഴിവുകൊണ്ട് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ അവരെ രക്ഷിക്കും. അങ്ങനെ ഈ പുഴ ഏകപക്ഷീയമായി ഉറവ കൂട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറവ കൂടി കൂടി ഇതാ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഇടതും വലതുമുള്ള ഒരു കരകളിലേക്ക് ഒഴുകാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ പൊട്ടക്കുളത്തിലേക്കും ഇതാ വെള്ളം ഒഴുകി ആ പൊട്ടക്കുളം നിറഞ്ഞ് ഉയർന്ന് ഇപ്പോൾ പുഴയിലെ വെള്ളവും പൊട്ടക്കുളത്തിലെ വെള്ളവും ഒരേ ലെവലിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ വേണമെങ്കിൽ ആ കുളത്തിലേക്ക് ചാടിയ മത്സ്യങ്ങൾക്ക് തിരിച്ച് പുഴയിലേക്ക് ഫ്രീ ആയിട്ട് കയറി വരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെയുള്ള വലിയൊരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്കായി ചെയ്തത്. നാം ഒരു നാൾ പിതാവിൻ്റെ കൂടെയായിരുന്നു, നാം വിശുദ്ധിയിലായിരുന്നു, നാം നൈർമല്യ അവസ്ഥയിലായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ, ജീവിതത്തിൽ ഒരു പ്രത്യേക ദിവസത്തിൽ, ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, പല പ്രത്യേക കൂട്ടുകെട്ടുകളിൽ, ചില പ്രത്യേക സമ്മർദ്ദങ്ങളിൽ ഇതാ ഒരു തോന്നാബുദ്ധി എടുത്തു ചാടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഇന്ന് നമ്മുടെ ജീവിതം തവിട് പൊടിയായിരിക്കുകയാണ്. അനേകർ ഇന്ന് വ്യഭിചാരത്തിന് അടിമയായിരിക്കുകയാണ്, അനേകർ ഇന്ന് മദ്യപാനത്തിന് അടിമയായിരിക്കുകയാണ്, അനേകർ ഇന്ന് സ്വയംഭോഗത്തിന് അടിമയായിരിക്കുകയാണ്, അനേകർ ഇന്ന് കോപത്തിന് അടിമയായിരിക്കുകയാണ്, അനേകർ ഇന്ന് വെറുപ്പിന് അടിമയായിരിക്കുകയാണ്, അനേകർ ഇന്ന് വിശ്വാസരാഹിത്യത്തിനും നിരീശ്വര ചിന്തയ്ക്കും അടിമയായിരിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിൽ നിന്നുള്ള വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ട് ഇതാ മുറിവേറ്റും പ്രഹരമേറ്റും കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ കിടന്നിരുന്ന ആ മനുഷ്യനെ പോലെ ഇതാ ഇന്ന് പാപത്തിൽ, ഇന്ന് വേദനയിൽ, ഇന്ന് തകർച്ചയിൽ അനേകം ജീവിതങ്ങൾ ഇന്ന് വേദനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൻ്റെ ആ വേദന ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും വേണ്ടി പിതാവായ ദൈവം നൽകിയിട്ടുള്ള വലിയ ഒരു കാരുണ്യമാണ് യേശു കർത്താവ്. യേശു വന്ന് നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. എന്നിട്ട് കുരിശിൽ അവൻ നമുക്കായി നമ്മുടെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി അവൻ്റെ ശരീരത്തിൽ അവൻ പിഴകൾ ഒടുക്കി, അവൻ വേദന സഹിച്ച് നമുക്ക് വേണ്ടി പകരക്കാരനായി പാപപരിഹാര ബലിയായി അവൻ കുരിശിൽ മരിച്ചു. ഈ ഒരു കാര്യത്തെ മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നെങ്കിലും ഞാനും നിങ്ങളും കേട്ട് ഈ യേശുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച്, യേശുവേ അങ്ങ് എൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും പാപപരിഹാര ബലിയാണ് എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ ആരാധിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിന്റെ കുരിശ് മരണത്തിന്റെ യോഗ്യതയാൽ സൗജന്യ പാപക്ഷമയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതത്തിൽ യേശു നേരിട്ട് പഠിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. പ്രിയ ദൈവവൈതലേ, സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട് ഒരു വ്യക്തിക്ക് സ്വന്തം പാപങ്ങളിൽ നിന്ന് മോചനമില്ല, വിടുതലില്ല. അതിനുവേണ്ടി സ്വർഗം പിതാവായ ദൈവം നമുക്കായി പാപമോചനത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ നിങ്ങളിത് കേൾക്കണം. എന്നിട്ട് യേശുവിനെ നോക്കി, യേശുവേ അങ്ങ് കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടുതൽ പാപപരിഹാര ബലിയാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരങ്ങൾ കൊണ്ട് യേശുവിനെ രക്ഷിതാവായി ഏറ്റുപറഞ്ഞാൽ ആ വ്യക്തി ആയിരിക്കുന്ന പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് മോചനമുണ്ട്, വിടുതലുണ്ട്. ഇതാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ആകയാൽ ക്രിസ്തുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ആകയാൽ ക്രിസ്തുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം, സ്വർഗം
പിതാവായ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളത്. ഒരു വ്യക്തി യേശുവിനെ ഏറ്റുപറയുമ്പോൾ യേശു ദൈവമാണ് എന്നോ യേശു സർവശക്തനാണോ എന്നോ അല്ല ഏറ്റുപറയേണ്ടത്. യേശു എൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കുരിശിൽ പാപപരിഹാര ബലിയായി തീർന്നത്. യേശുവേ, അവിടുന്ന് സഹിച്ചത് എനിക്ക് വേണ്ടി കൂടിയാണ്, അവിടുന്ന് മരിച്ചത് എനിക്ക് വേണ്ടി കൂടിയാണ്, അവിടുന്ന് എൻ്റെയും പാപപരിഹാര ബലിയാണ്. ദൈവ പൈതലേ, ഒരുപക്ഷെ നീ വിശ്വാസിയല്ലായിരിക്കാം, ഒരുപക്ഷെ നീ നിരീശ്വര ചിന്തകനായിരിക്കാം, ഒരുപക്ഷെ നീ ദൈവ നിഷേധിയായിരിക്കാം, നീ ഒരു യുക്തിവാദിയായിരിക്കാം, നീ ഒരുപക്ഷെ ഇന്ന് വരെ യേശുവിനെ കേൾക്കാത്ത ഏതെങ്കിലും ജനവിഭാഗത്തിൽ, ഏതെങ്കിലും ജനപദങ്ങളിൽ, ഗോത്രങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ഇതാ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഈ മണിക്കൂർ ഒരുക്കിയിരിക്കുകയാണ്. നീ ഇന്ന് ക്രൂശിതനായ യേശുവിനെ മനസ്സിൽ കാണുക. നിന്റെ മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു യേശുവിന്റെ രൂപം ഇപ്പോൾ മനസ്സിൽ കാണുക. എന്നിട്ട് യേശുവിനോട് പറയുക, യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ പടഞ്ഞു, അങ്ങേ എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എനിക്കായി തകർന്ന നാഥാ, എൻ്റെ യേശുവേ, എനിക്കായി നിൻ രക്തം ചൊരിഞ്ഞ നാഥാ, കർത്താവേ, എനിക്കായി മരിച്ച നാഥാ, ക്രൂശിതനായ യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് മുറിഞ്ഞ നാഥാ, യേശുവേ, എനിക്കായി തകർന്ന നാഥാ, രക്ഷിതാവേ, എനിക്കായി നിൻ രക്തം ചൊരിഞ്ഞ നാഥാ, യേശുവേ, യേശുവേ, എനിക്കായി മരിച്ച നാഥാ, എനിക്കായി മുറിഞ്ഞ നാഥാ. ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, ഇന്ന് ഈ നിമിഷം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അത്ഭുതകരമായ ഒരു ഇടപെടൽ നൽകണമേ കർത്താവേ. കാലങ്ങളായി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം തഴക്ക ദോഷങ്ങളിൽ അടിപ്പെട്ടിരിക്കുകയാണ് കർത്താവേ, ദുഃഖങ്ങളിൽ അടിമപ്പെട്ടിരിക്കുകയാണ് കർത്താവേ, നിരാശയിൽ അടിമപ്പെട്ടിരിക്കുകയാണ് കർത്താവേ, സങ്കടങ്ങളിൽ അടിമപ്പെട്ടിരിക്കുകയാണ് കർത്താവേ. ഇന്ന് രക്ഷയുടെ അനുഭവം നൽകണമേ, ഇന്നൊരു വിടുതലിന്റെ അനുഭവം നൽകണമേ, പുകവലിശലും വിട്ടുപോകുന്ന അനുഭവം നൽകണമേ, മദ്യപാനം നീങ്ങിപ്പോകുന്ന അനുഭവം നൽകണമേ കർത്താവേ. ഹൃദയത്തിൽ കഠിന വെറുപ്പിന്റെ കെട്ടുകൾ അഴിയുന്ന അനുഭവം നൽകണമേ, പഴക്കദോഷങ്ങൾ നീങ്ങിപ്പോകുന്ന അനുഭവം നൽകണമേ കർത്താവേ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന യേശുവേ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ച ഈശോയെ ഇപ്പോൾ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണുക. ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്നിരുന്ന ഈശോ, ഇതാ രണ്ട് കള്ളന്മാരുടെ മധ്യേ കുരിശിൽ പിടഞ്ഞ് മരിക്കുന്ന ഈശോയിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അറിയുന്നു ഞാനിന്ന് അങ്ങയുടെ സ്നേഹം, അറിയുന്നു ഞാനിന്ന് അങ്ങയുടെ സ്നേഹം. അറിഞ്ഞവൻ മുറിഞ്ഞവൻ പിടഞ്ഞവൻ നീ, എനിക്കായി അറിഞ്ഞവൻ മുറിഞ്ഞവൻ പിടഞ്ഞവൻ നീ. യേശുവേ ഉറക്കെ വിളിക്കുന്നു, എനിക്കായി മുറിഞ്ഞ നാഥാ, യേശുനാഥാ, എനിക്കായി തകർന്ന നാഥാ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ, യേശുവേ, യേശുവേ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു.
യേശുവേ